ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല നാടൻ രുചികരമായ മീൻ പച്ചക്കറിയാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നെയ്മീൻ്റെ തലയും അതിൻ്റെ വാലും പിന്നെ ദശയില്ലാത്ത കുറച്ച് ഭാഗങ്ങളുമാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ട്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാൻ നിങ്ങളെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. ഇതിനു വേണ്ടി ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞല്ലോ, 1/2 കിലോ നെയ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ടെന്ന്. തലയും വാലും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 1/2 മുറി തേങ്ങ തിരികിയത്, പിന്നെ ഒരല്പം മല്ലിപ്പൊടി, ഒരല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നത് പച്ച മാങ്ങ വെച്ചിട്ടാണ്. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു ചെറിയൊരു മാങ്ങ ഉപയോഗിക്കാം. പുളിയുടെ അനുസരിച്ച് വേണം മാങ്ങ നിങ്ങൾ ഉപയോഗിക്കാൻ. മാങ്ങ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ തോട്ടുപുളി, ഇതുപോലുള്ള തോട്ടുപുളി 1-2 കഷ്ണം ഇട്ട് കൊടുക്കണം. ഇന്ന് ഞാൻ തോട്ടുപുളി ഉപയോഗിക്കുന്നില്ല. പിന്നെ പച്ചമുളക്, പിന്നെ ഇത് ഓപ്ഷണലാണ്, ഒരു ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ അല്പം വെളിച്ചെണ്ണയും. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ തേങ്ങ നല്ലതായിട്ട് അരച്ചെടുക്കണം. അതിനകത്തോട്ട് മല്ലിപ്പൊടി കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ, വളരെ കുറച്ച്, ഒരു സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. മല്ലിപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു രുചിയിലോട്ട് പോകും. പിന്നെ 1 തണ്ട് കരിയാപ്പിലയും വേണം. പിന്നെ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മാത്രം മതി. നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇത്രയും മുളക് പൊടി മതി നമുക്ക്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഈ ചുമന്നുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. ഒരെണ്ണം മതി ചുമന്നുള്ളി, അധികം വേണ്ട. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ തേങ്ങയ്ക്കകത്ത് മസാല ചേർത്ത് അരച്ചത് നല്ലതായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയേ, ഇതാണ്ട് നല്ല തരിതരിപ്പൊന്നും വരരുത്, നല്ലതായിട്ടിത് അരച്ചെടുക്കണം. കണ്ടല്ലോ. ഇനി നമുക്കിത് മീനിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ആവശ്യത്തിന് വെള്ളം കൂടി, ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് മുങ്ങിയിരിക്കത്തക്ക വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഇനി ആവശ്യത്തിന് മുളക് കീറിയിടണം. നമ്മുടെ എരിവിനനുസരിച്ച് ഉള്ള മുളകിടണം. ഒരു 5-6 മുളകെങ്കിലും വേണ്ടി വരും. നമ്മളധികം മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളകിടണം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ്. നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. പിന്നെ മാങ്ങ, ഇതൊരു 2 പൂള് മാങ്ങ ഞാനിവിടെ അരിഞ്ഞതാണ്. ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിയുക. മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല പച്ച മാങ്ങ. നമുക്കിനി 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് തീ കത്തിക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ടേക്കാം. തുറന്ന് തീ അങ്ങ് സിമ്മിലിട്ട് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവസാനം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കറക്കുക കൂടെ ചെയ്യുക. മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തീ സിമ്മിലിട്ടിപ്പം 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത്
ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ആവശ്യമുള്ളതിനേക്കാളും ഇച്ചിരി കൂടി നിൽക്കുമ്പം തന്നെ ഇത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ചട്ടിക്കകത്തിരുന്ന് തന്നെ ഇതങ്ങ് പറ്റും. അതുകൊണ്ടാണ് ശകലം നേരത്തെ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തീയും ഓഫ് ചെയ്ത് അങ്ങ് അടച്ച് വയ്ക്കുക. ഓഫ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കുക. എന്നിട്ട് കറിവേപ്പിലയുടെ നല്ല മണവും വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടെ വന്ന് നല്ല കറിക്ക് നല്ല ആരോമ കിട്ടും. അങ്ങനെ നമ്മളുടെ കറി റെഡിയായി. ഒരല്പം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരിക്കലും നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിളപ്പിക്കരുത്, അധികം തിളപ്പിക്കരുത്, ഉടനെ അങ്ങ് ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ രുചികരമായ മീൻ പച്ചക്കറി റെഡിയായി. നിങ്ങൾ കണ്ടു നോക്കാം, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ പച്ചക്കറി ആണെങ്കിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഉലുവാപ്പൊടിയോ ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അതൊക്കെ ചേർക്കുമ്പോൾ വേറൊരു രുചിയായിട്ട് മാറും. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.